KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. പ്രളയദുരിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട തമിഴ് ജനതയ്ക്ക് SYSന്റെ കൈത്താങ്ങ്. SYS ചെന്നൈ സാന്ത്വനനിധി കൈമാറി. CPM പാർട്ടി പ്ലീനത്തിന് കൊൽക്കത്തയിൽ തുടക്കമായി. കേരളത്തിൽ നിന്ന് കോടിയേരി ബാലകൃഷ്ണൻ സംസാരിച്ചു. സ്റ്റാർട്ടപ്പ് പ്ലാൻ പദ്ധതി ജനുവരി 16 പ്രഖ്യാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ പാക് സെക്രട്ടറി തല ചർച്ച അമിത പ്രതീക്ഷയില്ലെന്ന് സർദാജ് അസീസ്. ആരോഗ്യ പ്രശ്നങ്ങളില്ല, AK ആന്റണി നാളെ തിരിച്ചെത്തും. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ പെൺസുരക്ഷ വേണ്ടത്രയില്ലെന്ന് അന്വേഷണ സമിതി കണ്ടെത്തൽ. സ്നേഹമാണ് വിശ്വാസം, അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസ് ചരിത്രമാക്കണമെന്ന് സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ. സൗദിയിലുണ്ടായ വാഹനാപകടത്തിൽ 3 മലയാളികൾ മരിച്ചു, 2 പേർക്ക് പരിക്കേറ്റു. മുസ്ലിം ജമാഅത്തിന്റെയും മർക്കസ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ഗുജറാത്തിൽ നബിദിനം വിപുലമായി ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. CPM പാർട്ടി പ്ലീനത്തിന് കൊൽക്കത്തയിൽ തുടക്കമായി. മുതിർന്ന നേതാവ് ബിമൻ ബസു പതാക ഉയർത്തി. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് പ്ലീനം ഉദ്ഘാടനം ചെയ്തത്. പിന്നീട് അധ്യക്ഷസ്ഥാനത്തേക്ക് ബുദ്ധദേവ് ഭട്ടാചാര്യയെ അദ്ദേഹം നിർദ്ദേശിച്ചു. തുടർന്ന് കൊൽക്കത്ത ബ്രിഗേഡ് മൈതാനത്തെത്തിയ പാർട്ടി പ്രവർത്തകരെ ബുദ്ധദേവ് ഭട്ടാചാര്യ സ്വാഗതം ചെയ്തു. ബിമൻ ബോസ്, വൃന്ദ കാരാട്ട്, മണിക് സർക്കാർ, കോടിയേരി ബാലകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. and Hindu communal elements with the support of Modi government are spreading the culture of intolerance all over the country. രാജ്യത്തെ കർഷക ആത്മഹത്യകൾ അവസാനിപ്പിക്കണമെന്ന് ബിമൻ ബോസ് പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു. തൊഴിലാളികളുടെയും കർഷകരുടെയും കൂടെ നിൽക്കാത്ത സർക്കാരിനെ പുറത്താക്കണമെന്നും ബോസ് പറഞ്ഞു. ഹിന്ദു മൌലികവാദത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുസ്ലിം മൌലികവാദത്തെക്കുറിച്ച് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും മൌനം പാലിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ബ്രിഗേഡ് മൈതാനത്ത് നടക്കുന്ന വൻ റാലിയിൽ 12 ലക്ഷത്തിലേറെ പേരാണ് പങ്കെടുക്കുന്നത്. ഈ മാസം 31 പ്ലീനം സമാപിക്കുക. സ്റ്റാർട്ടപ്പ് പ്ലാൻ പ്രഖ്യാപനം ജനുവരി 16 ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർവകലാശാലകളെയും യുവാക്കളെയും ഈ പദ്ധതിയുമായി ബന്ധപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്ത് റേഡിയോ പരിപാടിയിൽ പറഞ്ഞു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യ പദ്ധതി രാജ്യത്തെ യുവതയ്ക്ക് മികച്ച അവസരമാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്നും മോദി വ്യക്തമാക്കി. ജനങ്ങളുമായി സംവദിക്കാൻ ആപ്പ് പുറത്തിറക്കും. നരേന്ദ്രമോദി ആപ്പ് എന്നായിരിക്കും ഇതിന്റെ പേര്. ജനങ്ങളുമായി കൂടുതൽ അടുപ്പത്തിൽ ഇടപെടാൻ ഇത് സഹായിക്കുമെന്നും പുതിയ ആശയങ്ങൾ ഇതിലൂടെ ലഭിക്കുമെന്നും മോദി പറഞ്ഞു. ശാരീരിക പരിമിതിയുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ നാം വികലാംഗൻ എന്ന് വിളിക്കുന്നു. എന്നാൽ അത്തരം വ്യക്തികളെ മറ്റ് പല കഴിവുകൾ കൊണ്ടും ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. അവരെ വിശേഷിപ്പിക്കാൻ വികലാംഗർ എന്നതിന് പകരം ദിവ്യാംഗർ എന്ന വാക്ക് എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ എന്നും മോദി ചോദിച്ചു. 2016 ദേശീയ യുവജനോത്സവം ഇത്തവണ ഛത്തീഗഡിൽ നടക്കും. സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായ ജനുവരി 12 തന്നെയാണ് ഇത്തവണയും പരിപാടി നിശ്ചയിച്ചിരിക്കുന്നതെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. 2015 അവസാന മൻ കി ബാത്ത് പരിപാടിയാണ് ഇന്നത്തേത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അടുത്ത മാസം നടക്കുന്ന സെക്രട്ടറി തല ചർച്ചയിൽ അമിത പ്രതീക്ഷയില്ലെന്ന് നവാസ് ഷെരീഫിന്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് സർദാജ് അസീസ് പറഞ്ഞു. റേഡിയോ പാകിസ്ഥാന് നൽകിയ അഭിമുഖത്തിലാണ് സർദാജ് അസീസ് ഇക്കാര്യം പറഞ്ഞത്. എല്ലാ പ്രശ്നങ്ങൾക്കും ഉടൻ പരിഹാരം കണ്ടെത്താൻ സാധിക്കില്ലെന്നും സർദാജ് അസീസ് വ്യക്തമാക്കി. പ്രാഥമികമായി അതിർത്തിയിലെ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വരുത്താനുള്ള നടപടികളാണ് ചെയ്യുക. നിയന്ത്രണ രേഖയിൽ സമാധാനം കൊണ്ടുവരണം. കാശ്മീർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനുവരിയിലെ ചർച്ചയിൽ വിഷയമാകും. അയൽ രാജ്യങ്ങളുമായി നല്ല ബന്ധം നിലനിർത്താനാണ് നവാസ് ഷെരീഫ് ആഗ്രഹിക്കുന്നത്. ലാഹോറിൽ നരേന്ദ്രമോദിയും നവാസ് ഷെരീഫും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സെക്രട്ടറി തല ചർച്ചയ്ക്ക് തീരുമാനമായതെന്നും സർദാജ് അസീസ് അറിയിച്ചു. വെള്ളിയാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫുമായി ലാഹോറിൽ കൂടിക്കാഴ്ച നടത്തിയത്. കാബൂളിൽ നിന്ന് മടങ്ങും വഴി മോദി പാകിസ്ഥാനിൽ ഇറങ്ങുകയായിരുന്നു. കേരള കർഷകരെ പ്രതിസന്ധിയിലായെത്തി നാളികേരം, റബ്ബർ, കുരുമുളക് വിലകൾ താഴോട്ട്. വിശദമായ റിപ്പോർട്ടിലേക്ക്.
കേര കർഷകരെ പ്രതിസന്ധിയിലാക്കി നാളികേര വില കുത്തനെ ഇടിയുന്നു. ദിനംപ്രതി എന്നോണം കിലോക്ക് 1 രൂപ വെച്ച് കുറഞ്ഞ് ഇപ്പോൾ പച്ചത്തേങ്ങയുടെ വില 17 രൂപയിലെത്തി. കഴിഞ്ഞ വെള്ളിയാഴ്ച 22 രൂപ വരെ ഉണ്ടായിരുന്നു. 10 മാസം മുമ്പ് 35 രൂപ വരെ ലഭിച്ചിരുന്ന സ്ഥാനത്താണ് ഈ വിലയിടിവ്. കൊപ്ര കിൻഡലിന് 6350 രൂപയാണ് വിപണി വില. ആനുപാതികമായി വെളിച്ചെണ്ണ വിലയും കുറഞ്ഞിട്ടുണ്ട്. 3 മാസത്തോളം വലിയ ഏറ്റക്കുറച്ചിലില്ലാതെ 22 രൂപയിൽ പച്ചത്തേങ്ങയുടെ വില സ്ഥിരമായി നിന്നിരുന്നു. ഡിസംബർ തുടങ്ങിയപ്പോൾ കിലോക്ക് 103 രൂപയുണ്ടായിരുന്ന റബ്ബർ RSS 5 ഇനത്തിന് മാസം അവസാനിക്കുമ്പോൾ 95 രൂപയായി കൂപ്പുകുത്തി. ശനിയാഴ്ച വ്യാപാരം അവസാനിക്കുമ്പോൾ RSS 4 റബ്ബറിന് 98.50, RSS 5 95.50, തരം തിരിക്കാത്തതിന് 88 എന്ന നിലയിലാണ് വ്യാപാരം നടന്നത്. ഒട്ടുപാലിന് 56 രൂപയാണ് വില. ഇനിയുള്ള ദിവസങ്ങളിൽ വില വർദ്ധിക്കാനുള്ള സാഹചര്യം ഇപ്പോഴത്തെ നിലയിൽ ഇല്ലെന്നു മാത്രമല്ല, കുറയാനും സാധ്യതയുണ്ട് എന്നാണ് വിപണി വൃത്തങ്ങൾ പറയുന്നത്. റബ്ബറിന് പിന്നാലെ കുരുമുളക് വിലയും കുത്തനെ താഴുന്നു. എറണാകുളം മൊത്തവിപണിയിൽ കഴിഞ്ഞ 5 ദിവസത്തിനിടെ കിൻഡലിന് 1700 രൂപയുടെ കുറവാണ് ഉണ്ടായത്. കനത്ത വിലയിടിവിൽ നട്ടം തിരിയുകയാണ് നേന്ത്രവാഴ കർഷകർ. കഴിഞ്ഞ സീസണിൽ കിലോക്ക് 35 രൂപ മുതൽ 40 രൂപ വരെ വിലയുണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 22 രൂപയാണ് വില. നേന്ത്രവാഴയുടെ പ്രധാന കേന്ദ്രമായ വയനാട്ടിൽ വർഷം തോറും കൃഷി കുറഞ്ഞുവരികയാണ്. അമിതമായ രാസവള പ്രയോഗം മണ്ണിന്റെ പുളിപ്പ് കൂട്ടിയതോടെയാണ് ഉൽപാദനത്തിൽ ഇടിവ് വരുന്നതെന്ന് ഈ രംഗത്തുള്ളവർ പറയുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പൈനാപ്പിളിന് വില 4-1 കുറഞ്ഞു. കഴിഞ്ഞ വർഷം കിലോക്ക് 45 രൂപ വരെ ഉയർന്ന പൈനാപ്പിളിന്റെ വിലയാണ് കുത്തനെ ഇടിയുന്നത്. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. അമേരിക്കയിൽ വിദഗ്ധ പരിശോധന പൂർത്തിയാക്കിയ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണി നാളെ മടങ്ങിയെത്തും. അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണെന്നും ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും റോച്ചസ്റ്റർ മയോ ക്ലിനിക്കിൽ 3 ദിവസത്തെ വിദഗ്ധ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർമാർ അറിയിച്ചു. ഡൽഹിയിൽ നടത്തിയ പരിശോധനകളെ തുടർന്നാണ് ഡോക്ടർമാർ വിദഗ്ധ പരിശോധന നിർദ്ദേശിച്ചത്. തുടർന്ന് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറി അഹമ്മദ് പട്ടേൽ എന്നിവരുടെ ഉപദേശപ്രകാരമാണ് അമേരിക്കയിലേക്ക് പോകാൻ നിശ്ചയിച്ചത്. ഭാര്യ എലിസബത്ത്, മകൻ അനിൽ ആന്റണി എന്നിവർക്കൊപ്പം പാർട്ടി നിർദ്ദേശപ്രകാരം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ആന്റണിക്കൊപ്പം പോയിരുന്നു. വിദഗ്ധ ഡോക്ടർമാരായ ഷാജി കുമാർ, ഡോക്ടർ നരേന്ദ്രകുമാർ, അമിത് ഘോഷ് എന്നിവരാണ് ആന്റണിയെ പരിശോധിച്ചത്. വെള്ളിയാഴ്ച അദ്ദേഹം ആശുപത്രി വിട്ടു. പെൺകുട്ടികൾക്ക് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ വേണ്ടത്ര സുരക്ഷയില്ലെന്ന് അന്വേഷണ സമിതിയുടെ കണ്ടെത്തൽ. ചുറ്റുമതിൽ ഇല്ലാത്തതിനാൽ പെൺസുരക്ഷ ആശങ്കാജനകമാണെന്നും ഇതു സംബന്ധിച്ച് ഉയർന്ന പരാതിയിൽ കഴമ്പുണ്ടെന്നുമാണ് പഠനവകുപ്പ് മേധാവികൾ അംഗങ്ങളായ സമിതിയുടെ വിലയിരുത്തൽ. വിദ്യാർത്ഥികൾ, അധ്യാപകർ, ജീവനക്കാർ എന്നിവരുടെ അഭിപ്രായം കൂടി കേട്ട ശേഷം സമിതി റിപ്പോർട്ട് അടുത്താഴ്ച വൈസ് ചാൻസലർക്ക് കൈമാറും. സുരക്ഷാ ഗേറ്റുകൾ അടച്ചിട്ടാലും ബൈക്കുകൾക്ക് യഥേഷ്ടം ക്യാമ്പസിനകത്തേക്ക് കയറാനാവും. പുറമേ നിന്നുള്ളവർ ക്യാമ്പസിൽ എപ്പോഴുമുള്ളതിനാൽ പെൺകുട്ടികൾ ഉന്നയിക്കുന്ന പരാതി തള്ളിക്കളയാനാവില്ല. സർവകലാശാല പാർക്ക്, സ്റ്റേഡിയം തുടങ്ങിയവ പുറമേ നിന്നുള്ളവർ ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കണം. ചുറ്റുമതിൽ കെട്ടുന്നതിനൊപ്പം സുരക്ഷാ ജീവനക്കാരുടെ എണ്ണവും കൂട്ടേണ്ടതുണ്ട്. ക്യാമ്പസിനകത്തേക്ക് കയറുന്നവരെ നിയന്ത്രിക്കാൻ സംവിധാനം വേണം. ഗേറ്റുകളുടെ എണ്ണം കുറയ്ക്കുകയും ചുറ്റുമതിൽ നിർമ്മാണം വേഗത്തിലാക്കുകയും വേണം. രാത്രിയിൽ കത്താത്ത ലൈറ്റുകളാണ് മിക്കതും. ഹൈമാസ്റ്റ് വിളക്കുകൾ സ്ഥാപിക്കുകയും വേണം. കാലിക്കറ്റ് ക്യാമ്പസിലെ സുരക്ഷ സംബന്ധിച്ച് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നിയമിച്ച അഡ്വക്കേറ്റ് സീമന്തിനി റിപ്പോർട്ട് നടപ്പാക്കണമെന്നും സമിതി വിലയിരുത്തി. ക്യാമ്പസിനെ ചുറ്റുമതിൽ നിർമ്മിക്കണമെന്നാണ് സീമന്തിനി റിപ്പോർട്ടിന്റെ പ്രധാന നിർദ്ദേശം. ദേശീയപാത മുഖ്യ കവാടത്തിന് പുറമെ 6 ഗേറ്റുകളാണ് 600ഓളം ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ക്യാമ്പസിലുള്ളത്. തലങ്ങും വിലങ്ങും പൊതുജനങ്ങൾക്ക് കയറാവുന്ന ക്യാമ്പസ് എന്നത് അംഗീകരിക്കാൻ ആവില്ലെന്ന് സമിതി അംഗങ്ങൾ പറഞ്ഞു. സർവകലാശാല വിദ്യാർത്ഥി ക്ഷേമ വിഭാഗവും ക്യാമ്പസിൽ സുരക്ഷയില്ലെന്ന റിപ്പോർട്ട് തന്നെയാണ് സമർപ്പിച്ചത്. പെൺകുട്ടികൾക്ക് സുരക്ഷയില്ലെന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞയാഴ്ച VCയുടെ അധ്യക്ഷതയിൽ നടന്ന പഠനവകുപ്പ് മേധാവികളുടെ യോഗത്തിലാണ് സമിതിയെ നിയോഗിച്ചത്. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്ന് 200 കിലോമീറ്റർ അകലെ റാബിക്കിലുണ്ടായ വാഹനാപകടത്തിൽ മലയാളികൾ മരിച്ചു. മലപ്പുറം അരീക്കോട് വാഴയിൽ രാജധാനി ഫർണിച്ചർ ഉടമ NV കരീമിന്റെ ഭാര്യ മുംതാസ്, മകൻ ഷാദിലിന്റെ 3 വയസ്സായ മകൾ എന്നിവരാണ് മരിച്ചത്.
വാഹനത്തിൽ ഒപ്പമുണ്ടായിരുന്ന കരീം, ഷാദിലിന്റെ ഭാര്യ റിഷ്ന എന്നിവർക്ക് പരിക്കേറ്റു. മക്കയിൽ താമസിക്കുന്ന ഷാദിലിന്റെ അടുത്തേക്ക് നാട്ടിൽ നിന്ന് എത്തിയതായിരുന്നു കരീമും മുംതാസും. കരീമിന്റെ മറ്റു മക്കളായ ഷഹ്സീനും സിമിയും സൗദിയിലുണ്ട്. ഇവർ ഒന്നിച്ച് കഴിഞ്ഞ ദിവസം 2 കാറുകളിൽ മദീനയിലേക്ക് പുറപ്പെട്ടതായിരുന്നു. മദീന സന്ദർശന ശേഷം ഇന്നലെ രാവിലെയാണ് മക്കയിലേക്ക് മടങ്ങിയത്. മടങ്ങും വഴി ഉച്ചയ്ക്ക് 2 മണിയോടെ റാബിക്കിലെ കുലൈസിൽ വെച്ചാണ് അപകടമുണ്ടായത്. വാഹനം നിയന്ത്രണം വിട്ടു മറിയുകയായിരുന്നു. ഷാദിലാണ് വാഹനം ഓടിച്ചിരുന്നത്. മൃതദേഹങ്ങൾ കുലൈസ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പരിക്കേറ്റവരെ റാബിക്കിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സമകാലിക ലോകത്ത് വർദ്ധിച്ചുവരുന്ന അസഹിഷ്ണുതയ്ക്ക് സമാധാനവും ശാന്തിയും ഉൾക്കൊള്ളുന്ന പ്രവാചകരുടെ സഹിഷ്ണുതാ സന്ദേശങ്ങൾ മാതൃകയാണെന്ന് SYS സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി പറഞ്ഞു. സഹിഷ്ണുതയുടെ പ്രവാചകൻ എന്ന പ്രമേയത്തിൽ ICF നടത്തുന്ന മീലാദ് ക്യാമ്പയിന്റെ ഭാഗമായി ബഹ്റൈൻ ഗുദൈബിയ സെൻട്രൽ കമ്മിറ്റി പാകിസ്ഥാൻ ക്ലബ്ബിൽ സംഘടിപ്പിച്ച മദ്ഹ് റസൂൽ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. KC സൈനുദ്ദീൻ സഖാഫി ഉദ്ഘാടനം ചെയ്തു. നൌഷാദ് സുഹരി അധ്യക്ഷത വഹിച്ചു. ICF അദലിയ ഈ വർഷത്തെ മികച്ച യൂണിറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. റാസുറുമാൻ, ഹൂറ യൂണിറ്റുകൾ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. മുഖ്യാതിഥിയെയും മികച്ച യൂണിറ്റ് ഭാരവാഹികളെയും ആദരിച്ചു. MC അബ്ദുൽ കരീം സംസാരിച്ചു. സുലൈമാൻ ഹാജി, അഷ്റഫ് ഇഞ്ചിക്കൽ, മമ്മൂട്ടി മുസ്ലിയാർ, VM ബഷീർ, മുഹമ്മദ് സീദി, മജീദ് സൈദി തുടങ്ങി പ്രമുഖ നേതാക്കൾ സംബന്ധിച്ചു. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. जिंदाबाद जिंदाबाद SSF जिंदाबाद SSF जिंदाबाद ത്യാഗചരിതമതല്ലോ SSF ധീര പ്രയാണം ത്യാഗചരിതമതല്ലോ SSF ധീര പ്രയാണം പൂർവികർ പകർന്ന വീര്യം ചോർന്നിടാതെയെന്നും പൂർവികർ പകർന്ന വീര്യം ചോർന്നിടാതെയെന്നും ധീരരക്തസാക്ഷികളെ ഓർക്കുക നമ്മൾ. ധർമ്മലോകമീ കരങ്ങളാൽ തീർക്കുക നമ്മൾ जिंदाबाद जिंदाबाद SSF जिंदाबाद SSF जिंदाबाद ജീവത്യാഗം ചെയ്ത രക്തസാക്ഷികൾ ദൂരമേറെ താണ്ടിയെങ്കിലും മറന്നിടാ. ജീവത്യാഗം ചെയ്ത രക്തസാക്ഷികൾ ദൂരമേറെ താണ്ടിയെങ്കിലും മറന്നിടാ. 40ന്റെ വിജയശൃംഗമിൽ പാദമൂന്നി നാം തോൽക്കുകില്ല ഈ പദങ്ങളിൽ. SSFുകാർ 40ന്റെ വിജയശൃംഗമിൽ പാദമൂന്നി നാം തോൽക്കുകില്ല ഈ പദങ്ങളിൽ. SSFുകാർ തീർത്തെളി. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. പ്രളയദുരിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട തമിഴ് ജനതയ്ക്ക് SYSന്റെ കൈത്താങ്ങ്. ചെന്നൈ നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും കനത്ത മഴയിലും പേമാരിയിലും കിടപ്പാടം നഷ്ടപ്പെട്ട ഗ്രാമീണരുടെ കണ്ണീരൊപ്പാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി സമസ്ത കേരള സുന്നി യുവജന സംഘം സ്വരൂപിച്ച സാന്ത്വന നിധിയുടെ ആദ്യഘട്ട വിതരണം ഇന്ന് നടന്നു. സംസ്ഥാനത്തെ 6000 യൂണിറ്റുകളിൽ നിന്ന് സമാഹരിച്ച ആദ്യഘട്ട ചെന്നൈ സാന്ത്വന നിധി അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇന്ന് കൈമാറി. കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള SYS സംഘം പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു. ഇന്നുച്ചയ്ക്ക് 2 മണിയോടെ ചെന്നൈയിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ കാന്തപുരം ഉസ്താദ് ചെന്നൈയിലെ പ്രളയബാധിതർക്കുള്ള പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിച്ചു. ധനസഹായ വിതരണത്തിന്റെ ആദ്യ ഗഡു മുസ്ലിം ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ MOI തമിഴ്നാട് ഘടകം നേതാക്കൾക്ക് കൈമാറി. പ്രളയത്തിൽ കിടപ്പാടം നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകാനും കേടുപാടുകൾ സംഭവിച്ച വീടുകൾ റിപ്പയർ ചെയ്യുന്നതിനും അർഹരായവർക്ക് MOI നേതാക്കൾ തുക വിതരണം ചെയ്യും. SYS സംസ്ഥാന നേതാക്കളായ N അലി അബ്ദുള്ള, മജീദ് കക്കാട്, മുഹമ്മദ് പറവൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. ലോകാനുഗ്രഹി പ്രവാചക ജന്മദിനത്തോടനുബന്ധിച്ച് ഗുജറാത്തിലെ ബറൂച്ച് ജില്ലയിലെ വാഗ്രയിൽ ഗുജറാത്ത് മുസ്ലിം ജമാഅത്തിന്റെയും മർക്കസ് പബ്ലിക് സ്കൂൾ വാഗ്രയുടെയും കീഴിൽ വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചു. വൈകുന്നേരം 3 മണിക്ക് വാഗ്ര മർക്കസ് പബ്ലിക് സ്കൂൾ ഗ്രൌണ്ടിൽ നിന്നും പ്രയാണം ആരംഭിച്ച നബിദിന സന്ദേശ വാഹന ജാഥ നഗരത്തിന്റെ പല ഗ്രാമങ്ങളിലൂടെയും സഞ്ചരിച്ച് MPS വാഗ്ര ഗ്രൌണ്ടിൽ സമാപനം കുറിച്ചു.
RCFI ബറൂച്ച് ജില്ലാ കോർഡിനേറ്റർ ആദം നൂറാനി, MPS വാഗ്ര അഡ്മിനിസ്ട്രേറ്റർ അബ്ദുൽ മുഹൈമിൻ നൂറാനി, മുസ്ലിം ജമാഅത്ത് ഗുജറാത്ത് നബിദിന പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ദർബാർ ഹാഫിജി, ഭാരവാഹികളായ സബീർ മാസ്റ്റർ, കമറുസമ മുൻഷി, ഹാജി സലീം ഭഗത് എന്നിവർ നേതൃത്വം നൽകി. ലോകത്തെമ്പാടുമുള്ള പ്രവാചകാനുരാഗികളുടെ ഒത്തുചേരലായ അന്താരാഷ്ട്ര മീലാദ് സമ്മേളനം ചരിത്രമാക്കാൻ കേരളത്തിലെ എല്ലാ മഹല്ല് ജമാഅത്തുകളോടും സ്ഥാപന കമ്മിറ്റികളോടും സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തു. അപേക്ഷിച്ച 132 മാനേജിംഗ് കമ്മിറ്റികൾക്ക് അംഗീകാരം നൽകി. 11 മദ്രസകൾക്ക് കെട്ടിട നിർമ്മാണ ധനസഹായം അനുവദിച്ചു. കോഴിക്കോട് സമസ്ത സെന്ററിൽ ശനിയാഴ്ച നടന്ന സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിൽ സംസ്ഥാന ഉപാധ്യക്ഷൻ സയ്യിദ് ഷറഫുദ്ദീൻ ജമലുലേലി തങ്ങൾ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ KM റഹീം, പ്രൊഫസർ AK അബ്ദുൽ ഹമീദ്, VM കോയ മാസ്റ്റർ, E യക്കൂബ് ഫൈസി, PK അബ്ദുറഹ്മാൻ മാസ്റ്റർ, സുലൈമാൻ സഖാഫി കുഞ്ഞുകുളം, A സൈഫുദ്ദീൻ ഹാജി തിരുവനന്തപുരം, അബ്ദുഹാജി വേങ്ങര തുടങ്ങി പ്രമുഖ നേതാക്കൾ സംബന്ധിച്ചു. 2016 ജനുവരി 16 എറണാകുളം കരിമുകൾ മമ്പൗലുലൂമിൽ വെച്ച് നടക്കുന്ന 25ാം സ്വലാത്ത് ഹൽക്ക വാർഷിക സമ്മേളനത്തിന്റെയും താജുൽ ഉലമ 2ാം ഉറുസ് മുബാറക്കിന്റെയും പ്രചാരണാർത്ഥം സംഘടിപ്പിക്കുന്ന തെക്കൻ മേഖലാ പ്രചാരണ ജാഥ നാളെ ഭീമാപ്പള്ളി മഖാം സിയാറത്തോടെ ആരംഭിക്കും. 5 ദിവസങ്ങളിലായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി 29 വൈകിട്ട് പെരുമ്പാവൂരിൽ സമാപിക്കും. സയ്യിദ് ബഷീർ തങ്ങൾ, ഷാനവാസ് സഖാഫി പെരുമ്പാവൂർ എന്നിവർ നേതൃത്വം നൽകും. ചെയർമാൻ മാഹീൻ കൊല്ലം, കൺവീനർ അബ്ദുൽ ബാസിത്ത് കൊല്ലം, സൈഫുദ്ദീൻ ആലപ്പുഴ, നിഷാദ് തിരുവനന്തപുരം, ഖാലിദ് എറണാകുളം എന്നിവർ അനുഗമിക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രളയദുരിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട തമിഴ് ജനതയ്ക്ക് SYSന്റെ കൈത്താങ്ങ്. SYS ചെന്നൈ സാന്ത്വനനിധി കൈമാറി. CPM പാർട്ടി പ്ലീനത്തിന് കൊൽക്കത്തയിൽ തുടക്കമായി. കേരളത്തിൽ നിന്ന് കോടിയേരി ബാലകൃഷ്ണൻ സംസാരിച്ചു. സ്റ്റാർട്ടപ്പ് പ്ലാൻ പദ്ധതി ജനുവരി 16 പ്രഖ്യാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ പാക് സെക്രട്ടറി തല ചർച്ച അമിത പ്രതീക്ഷയില്ലെന്ന് സർദാജ് അസീസ്. ആരോഗ്യ പ്രശ്നങ്ങളില്ല, AK ആന്റണി നാളെ തിരിച്ചെത്തും. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ പെൺസുരക്ഷ വേണ്ടത്രയില്ലെന്ന് അന്വേഷണ സമിതി കണ്ടെത്തൽ. മുസ്ലിം ജമാഅത്തിന്റെയും മർക്കസ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ഗുജറാത്തിൽ നബിദിനം വിപുലമായി ആഘോഷിച്ചു. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.